സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ പറ്റുമോ? ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ, സാംസ്കാരിക നായകന്മാരുടെ പ്രസംഗങ്ങൾ തീർച്ചയായിട്ടും എത്രയോ കലഹങ്ങളെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാലോ? ദൈവം അതിന് സപ്പോർട്ടല്ലേ? അതുകൊണ്ട് വചനം പറയുന്നു, സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യാം. നിങ്ങളുടെ ജ്ഞാനം മാനുഷികം, പ്രാകൃതം, പൈശാചികം ഒന്നും ആകാൻ പാടില്ല. ഉയരത്തിൽ നിന്നുള്ളത്, നിർമ്മലമായത്, സമാധാനമായത്, ശാന്തതയുള്ളത്. മെസ്സേജ് സമാധാനമുള്ളവൻ പറയണം, ദൈവ സമാധാനത്തിൽ പറയണം, ഉയരത്തിൽ നിന്ന് പ്രാപിച്ചത് പറയണം, അത് നിർമ്മലമായിരിക്കണം. അങ്ങനെ സമാധാനത്തിൽ വിത്ത് വിതച്ചാൽ നീതി എന്ന ഫലം കൊയ്യും. കേൾക്കുന്നവർ നീതിമാന്മാരാകുമെന്ന്, അനീതി വിട്ടകലുമെന്ന്. മെസ്സേജിന് പവറുണ്ട്. ഒബാമയുടെ ഒരു മെസ്സേജാണ് അയാളെ പ്രസിഡന്റാക്കി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിന്റെ പവർ എത്രയധികം ശക്തിയുള്ള, ജീവനും ചൈതന്യമുള്ള വചനം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, സമാധാനം ഉണ്ടാക്കും.